ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ അതേ അഞ്ജലിനെ കാണാൻ നമ്മുടെ മീനുവും അർജുനോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വെല്ലുവിളി നടത്തുകയാണ്. അകത്താണെങ്കിലും പുള്ളിക്ക് എന്താ പറയുക, ശൗര്യത്തിന് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഭയങ്കര വെല്ലുവിളി നടത്തുകയാണ്. സത്യമാഷിനെ ഉണ്ടല്ലോ, സത്യമാഷിനെ പുല്ലുപോലെ ഇറക്കി അഞ്ജലിക്ക് സ്വയം പുറത്തിറങ്ങാൻ നിമിഷങ്ങൾ മതി. അത് നിങ്ങൾ കാണാൻ പോണതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി. ആ കാഴ്ച നിങ്ങൾക്ക് കൺകുളിർക്കെ കാണാമല്ലോ. കാണിച്ചു തരാം. ആ ശരിയാ, നീ ആ ക്രിമിനലിനെ പുറത്തിറക്കി. പക്ഷേ ഇവിടെ ഈ നിമിഷം ഇവിടെ കാലിടറും അഞ്ജലി. നിനക്ക് നിൻ്റെ അച്ഛൻ്റെ ഒരു ഫോൺ കോളിനോ കാശിനോ ഒന്നും നിന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല അഞ്ജലി. പണത്തിനും സ്വാധീനത്തിനും വഴങ്ങാത്ത നട്ടലുള്ള ചില ഉദ്യോഗസ്ഥരാ ഞങ്ങളുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസമൊക്കെ നല്ലതാ, പക്ഷേ ഇപ്പം നടക്കാൻ പോകുന്നത് വേറെയാണ്. നിന്നെ ഓർത്ത് സഹതാപം തോന്നുക. കഷ്ടം. നീ അർജുനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ ഇത്രയും വൃത്തികേടുകൾ ചെയ്യില്ലായിരുന്നു. അന്ന് വീട്ടിൽ വച്ച് നിന്റെ ചെകിടത്ത് 2 ഞാൻ തന്നത് ഓർമ്മയില്ലേ? അതോടെ നീ നന്നായി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എവിടെ, എങ്ങനെ? അവൾ ഒരിക്കലും നന്നാവാൻ പോണില്ല മീനു. നീ എന്തായി പറയുന്നത് എന്ന് ചോദിച്ചു. വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ പലതവണ പറഞ്ഞതാ, പക്ഷെ കേട്ടില്ലല്ലോ. കേൾക്കില്ല ഞാൻ. കാരണം ഞാൻ നിന്നെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടാണ്. അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. നീ എന്നെ ചതിച്ചു. പിന്നെ അതുമാത്രമല്ല, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ മാത്രമാണ്. ഭ്രാന്ത നിനക്ക്, ഭ്രാന്ത്. അതാ സംഭവിച്ചത്. അതെ, എന്നെ ഒഴിവാക്കാൻ നീ അർജുനോട് പറഞ്ഞു, നടന്നില്ല. പിന്നെ നീ ഞങ്ങളെ പിരിക്കാൻ നോക്കി. കള്ളക്കഥകൾ മെനഞ്ഞു. പിന്നെ അതും ഏശിയില്ല. ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പറ. സത്യം മാഷ് എന്ന ക്രിമിനലിനെ മുൻനിർത്തി നീ എന്നെ അറ്റാക്ക് ചെയ്തു. ഒന്നും മറക്കില്ല. എന്നെ സമൂഹത്തിന് മുൻപിൽ അപമാനിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ അർജുൻ എന്നെ ഒഴിവാക്കുമോ? ഛേ, നിന്നെ കെട്ടുമെന്ന് നീ കരുതിയോ? എന്തൊരു മണ്ടിയടി നീ. ഛേ, അതിന് സ്വന്തമാക്കുക എന്നും അല്ല ലക്ഷ്യം. പ്രതികാരം ചെയ്യുക എന്നതാണ്. നീ എന്നല്ല, ആര് വിചാരിച്ചാലും ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. അർജുനെ സ്വന്തമാക്കാൻ നിനക്ക് കഴിയില്ല. മനസ്സിലാക്കിക്കോ. ജയിലിൽ കിടന്നാൽ നീ പുതിയ പദ്ധതികൾ തയ്യാറാക്കിയാൽ, വീണ്ടും ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ നീ ഒരിക്കലും ഇനി പുറത്തിറങ്ങാനേ പോണില്ല. ഇത് ഞാനറിയാം. അപ്പം ഇത് പറയാനാണ് ഞങ്ങൾ വന്നത്. അതിന് ആര് ജയിലിൽ പോണു എന്നൊരു പുച്ഛഭാവത്തിൽ ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ പുറത്തിറങ്ങുമല്ലോ. പിന്നെ പുതിയ പദ്ധതികൾ ഇന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും മീനോ. ഇത് അഞ്ജലിയാണ് പറയണത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കണത്? അപ്പോൾ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്, സാറേ ഈ സെല്ലൊന്ന് തുറക്കണേ. ഇത് കേട്ടപ്പോഴത്തേനും അഞ്ജലി ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുകയാണ്. അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും നിന്നെ കാണിച്ചു തരാം എന്നുള്ള മട്ടിൽ സെല്ല് തുറന്ന് വേഗം തന്നെ ഇവൾ പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിയ ഉടനെ തന്നെ അർജുനും മീനും ഒന്നും ഭയപ്പെട്ടു. ചിലപ്പം സംഭവിച്ചതായിരിക്കുമോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം എന്തായി? ഇപ്പം കണ്ടല്ലോ, പുറത്ത് അച്ഛൻ കാൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാൻ അതിൽ കയറി വീട്ടിൽ പോണതോടെ നിങ്ങൾ 2 പേരും കാണണം എന്നൂടെ പറഞ്ഞു. അപ്പോൾ എസ് ഐ അങ്ങോട്ടേക്ക് വന്നോ. ആ, പുറത്ത് വന്ന് നിൽക്കുന്നത് നിൻ്റെ അച്ഛൻ്റെ കാനല്ല, പോലീസ് വണ്ടിയാ എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിപ്പോയി കേട്ടോ അഞ്ജലി. അപ്പം നമ്മുടെ സത്യമാഷും ഉണ്ട് കേട്ടോ. സത്യമാഷിനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വേഗം തന്നെ അങ്ങോട്ട് ചെന്നു. നിങ്ങളെ 2 ക്രിമിനൽസിനെയും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവാ. ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വകുപ്പുകളെല്ലാം ചേർത്തിട്ടുണ്ട്. റിമാൻഡ് ചെയ്യും. 2 പേരും ജയിലിൽ കിടക്കും. സാർ, ആരും വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നോ? കുറേ ഫോൺ കോൾ വന്നു തനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അവർ പറയുന്ന അനുസരിക്കണോ വേണ്ടയോ തീരുമാനിക്കണത് ഈ ഞാനല്ലേ. അതുകൊണ്ടേ ഞാൻ അനുസരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം അഞ്ജലി, നമ്മുടെ മീനുവിനും അർജുനും ഭയങ്കര സന്തോഷമായി. പിന്നെ അനുസരിക്കില്ല ഞാൻ. ഇവരെ പോലുള്ള സാധാരണക്കാരായി എന്നെ തീറ്റി പോറ്റണത്, അല്ലാതെ നിൻ്റെ അച്ഛനല്ല. മനസ്സിലായോ? അപ്പോഴേക്കും പിന്നെ അഞ്ജലിയുടെ മുഖഭാവമൊക്കെ മാറി ആകെ പെട്ടു എന്ന് മനസ്സിലായി. 2നെയും പിടിച്ച് വണ്ടി കയറ്റ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അഞ്ജലിനെയും നമ്മുടെ എന്താ പറയുക സത്യമാഷിനെയും പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. പോലീസ് സ്റ്റേഷൻ്റെ പോലീസ് വാഹനത്തിൽ കയറി അഞ്ജലി നേരെ ജയിലിലേക്ക് പോവാണ്. ഈ കാഴ്ച കൺകുളിർക്കെ നമ്മുടെ മീനുവും അർജുനും കാണുകയാണ് കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞപ്പം ആഹാ നല്ല കാഴ്ച എന്ന് പറഞ്ഞു മീനു. ഞങ്ങളിത് കൺകുളിർക്കെ കണ്ടു കേട്ടോ എന്നോടൊരു പറച്ചിൽ. പിന്നെ പറയണ്ടല്ലോ, അട്ടി കിട്ടിയതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് 2 കൂടെ.
അപ്പോൾ അതിന് ശേഷം അർജുനും മീനും കൂടി അങ്ങ് പോവാണ്. അപ്പോൾ വീട്ടിൽ നമ്മുടെ പ്രഭാവതിയും കാഞ്ചനയും നാണം കെട്ട് ചമ്മി നാറി ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ജാടായിട്ട് സംസാരിച്ചതാണ്. മീനുവിനെ അറസ്റ്റ് ചെയ്യും, പോലീസുകാർ വരുമ്പോൾ സ്വീകരിക്കുന്നു, എന്തൊക്കെ പെർഫോമൻസ് ആയിരുന്നു. അപ്പം രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. നമ്മുടെ മുത്തശ്ശനും അച്ഛനും ഗൗതവും അഖിലയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. എന്താണെങ്കിലും നന്നായി. പ്രാദേശിക വാർത്താ ചാനലിലെ ന്യൂസ് കണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു മഹേന്ദ്രൻ. ഞങ്ങളൊരു ചാനലിലും വാർത്തയും കണ്ടില്ല. കണ്ടിരുന്നു വെച്ചാൽ നിങ്ങൾ ന്യൂസ് മറഞ്ഞു നിന്ന് കാണുന്നത് ഞാൻ കണ്ടതാ, ഞങ്ങളുടെ പുറകിൽ നിന്നത്. അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നേ, അതല്ലേ ഈ സങ്കടം എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അല്ല എന്നാലും ഉണ്ടോ ഇങ്ങനെ അധ്യാപകർ? സമ്മതിക്കണം, ഒരു തവണ തെറ്റ് ചെയ്തു എന്നിട്ടും രക്ഷപ്പെട്ടു. എപ്പോഴും രക്ഷപ്പെടുത്താൻ ആളുകളുണ്ടാവും എന്ന ധൈര്യത്തിലാണ് തെറ്റുകൾ ആവർത്തിക്കുന്നത്. എന്തായാലും മീനുവിന് പഴി കൊടുക്കാൻ നോക്കിയിട്ട് ഒടുക്കം അയാൾ വീണ്ടും അകത്തായി. അത് പറഞ്ഞാൽ മതിയല്ലോ. അയാൾ മാത്രമല്ലല്ലോ, ആ അഞ്ജലി ഉണ്ടല്ലോ എന്ന് അഖിലയും സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാ നിൽക്കുക. എന്ത് പറയുന്നു രണ്ടുപേരും? നിങ്ങളുടെ രണ്ടുപേരുടെയും സുഹൃത്തല്ലേ അഞ്ജലി? എന്തേ? അല്ല ഞങ്ങളുടെ സുഹൃത്തൊന്നുമല്ല, നിങ്ങളുടെ മകൻ്റെ കാമുകി എന്ന് പറ, അതതിൻ്റെ ശരി. അവളെ മരുമകളായിട്ട് ഈ കുടുംബത്ത് വന്ന് വാഴിക്കണമെന്നായിരുന്നല്ലോ നിങ്ങളുടെ ഒരു ആഗ്രഹം. എന്താണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം നടക്കാത്തതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ മുത്തശ്ശൻ, അവളിവിടെ കയറി വന്നിരുന്നെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അതിൻ്റെ ആവശ്യം വരില്ല. ഭക്ഷണത്തിൽ വിഷം കലർത്തി നമ്മളെല്ലാവരും അവൾ കൊന്നേനെ എന്ന് അഖില പറയണം. അതും ചെയ്യും, അതിലപ്പുറം ചെയ്യും. അർജുനേട്ടൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അയ്യോ അർജുൻ മാത്രമല്ല മോനെ, നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അപ്പം ഇനി അവളെങ്ങാനും വിളിച്ചാൽ ഈ വീട്ടിലേക്ക് കയറ്റിയാലുണ്ടല്ലോ രണ്ടുപേരും ഇവിടെ കാണില്ല. അപ്പോൾ കാഞ്ചന ചോദിക്കുക, കൊല്ലുവോ? എന്ത് വേണമെന്നാ അപ്പം തീരുമാനിക്കാം. അപ്പം പരസ്പരം നോക്കുകയാണ് രണ്ടുപേരും. ഇനി എങ്ങനെ വിളിക്കാനാച്ചാ? അവൾ ജയിലിലല്ലേ, പെട്ടുപോയില്ലേ, ഇനി എന്ത് ചെയ്യാനാ? ഇനും അർജുനോട് എത്തുകയാണ്. എത്തിയല്ലോ താരങ്ങൾ. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് എന്താണെങ്കിലും മോള് ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടു. പിന്നെ ആശിച്ച ജോലിയും നഷ്ടപ്പെട്ടില്ല. അഞ്ജലി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് അർജുൻ ഇങ്ങനെ പറയാണ്. അവളുടെ ശല്യം എന്താണെങ്കിലും ഒഴിവായി. ഇനി അടുത്തൊന്നും അവൾ പുറത്തിറങ്ങില്ല. അന്ന് സത്യമാഷിൻ്റെ കാര്യത്തിലും നിങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ പറഞ്ഞത് എന്ന് കാഞ്ചന പറയണം. എന്നിട്ട് എന്തായി? അയാൾ പുറത്തിറങ്ങിയില്ലേ? അയാൾ സുഖമായിട്ട് ലാവിഷായിട്ട് ജീവിച്ചില്ലേ? എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അഞ്ജലിയുടെ അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല, അതുകൊണ്ടാണ് പറയണത് ഇങ്ങനെ. അയാൾ അവളെ പുറത്തിറക്കും, എന്നിട്ട് സത്യമാഷും പുറത്തിറങ്ങും. അധികം താമസിക്കാതെ തന്നെ വിജയിച്ചു എന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ തൽക്കാലം അത് വേണ്ടാട്ടോ, അത് നടപടിയില്ല എന്ന് പ്രഭാവതിയും പറഞ്ഞു. എടാ മക്കളെ, ഇവർ രണ്ടുപേരെയും അകത്താക്കാൻ വല്ല വഴിയുണ്ടോ? ഇവിടെ കുറച്ച് സ്വസ്ഥത സമാധാനം കിട്ടിയാനെ എന്ന് മുത്തശ്ശൻ പറയാണ്. അഞ്ജലിയുടെ സുഹൃത്തുക്കളല്ലേ, ഗൂഢാലോചനയിൽ ഇവരും പങ്കാളികളാണോന്ന് ആർക്കറിയാം? ഡാ എൻ്റെ പൊന്നമ്മേ വയ്യ, ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമുക്കേ കുറച്ച് കഴിഞ്ഞ് ഏറ്റുമുട്ടാട്ടോ. മീനു നീ വാ മീനു എന്ന് പറഞ്ഞ് മീനുവിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അവളുടെ പോക്ക് കണ്ടില്ലേ? ഒരു പുച്ഛ ഭാവത്തിൽ. അയ്യോ മക്കളെ വേഗം വാ വേഗം വാ എന്ന് മുത്തശ്ശൻ പെട്ടെന്ന് പറയാണ്. ദിവസവും ഏറ്റുമുട്ടാൻ ഇവർക്ക് ആരെങ്കിലും വേണം. അതുകൊണ്ടേ നമ്മളിവിടെ നിന്നാൽ ചിലപ്പോൾ ശരിയാവില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അവരവരുടെ വഴിക്ക് പോവാണ്. അപ്പോൾ കാഞ്ചനയും പ്രഭാവതിയും നിൽക്കുകയാണ്. ഇങ്ങനെയൊരു പ്ലാൻ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അഞ്ജലിക്കൊപ്പം കുടുങ്ങിയനെ. അറിയാത്തത് ഭാഗ്യം, ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടല്ലോ തൽക്കാലം. അപ്പോൾ ഇവർ രണ്ടുപേരും ആശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കാണുന്നത് മീനുവിനെയാണ്. അപ്പോൾ മീനു റൂമിൽ ചെന്നിട്ട്, അർജുൻ ഞാൻ എന്താണെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതിയത്. താങ്ക്സ് അർജുൻ. തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മേലിൽ എന്നോട് ഈ വാക്ക് പറയരുത് എന്ന്. എന്നിട്ട് താൻ എടോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അതുകൊണ്ട് ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. സത്യം മാഷ് പ്രതികാരം ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ ചെയ്യുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുമാത്രവുമല്ല, അയാളുടെ കൂടെ ആ അഞ്ജലിയും കൂടി ചേർന്നപ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല അർജുൻ. ഞാനിത് ഊഹിച്ചിരുന്നു. എന്താണെങ്കിലും ആ നിഹാരയുടെ രക്ഷിതാക്കൾക്ക് പണം നൽകി മൊഴിമാറ്റി പറയിപ്പിച്ചതും അവൾ തന്നെയല്ലേ? എല്ലാത്തിൻ്റെയും പുറകിൽ അവളായിരുന്നു.
ഈ അഞ്ജലി ഇത്രയും വിഷമായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നില്ല മീനു. സത്യം പറയട്ടെ, അവൾ നിന്നെ അപകടപ്പെടുത്താതിരുന്നത് ഭാഗ്യം എന്ന് കരുതിയാൽ മതി. എത്ര വർഷം ജയിലിൽ കിടക്കേണ്ട കാര്യങ്ങളാണ് സത്യമാഷി ചെയ്തത്. എന്നിട്ടോ അത് പുല്ലുപോലെ ഊരുകയും ചെയ്തു. അതുമാത്രമല്ല, എത്രയും വേഗം തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അത് ഓർക്കുമ്പോഴാണ് ആ കേസ് പോലെ തന്നെയാവോ ഈ കേസെന്ന എൻ്റെ പേട്. ആ സ്വാധീനമുള്ള ആളാണ് അഞ്ജലിയുടെ അച്ഛൻ. അതുകൊണ്ട് തന്നെ അയാൾ പണം കൊടുത്ത് വാരിയെറിഞ്ഞ് പുറത്തിറങ്ങും. എത്ര വലിയ തെറ്റ് ചെയ്താലും പണവും സ്വാധീനമുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാനാന്ന് പറ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർജുൻ? ഇവിടെ അത് തെറ്റും മീനു, നീ പേടിക്കാതെ. എന്താണെങ്കിലും ദേ, നമ്മൾ ഈ കേസിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇനി എന്താണെങ്കിലും രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാൻ പാടില്ല. മാധ്യമ ശ്രദ്ധയിലും കൊണ്ടുവരണം. അതൊക്കെ വേണോ അർജുൻ? എന്തോ മടുത്തു എനിക്ക് എന്ന് പറഞ്ഞു. വയ്യ. എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത്. എന്നിട്ടിപ്പോൾ എൻ്റെ മീനു, ഇതൊക്കെ എന്ത്? നീ ഇതൊക്കെ മറന്നേക്ക്. ദേ, ഒരിക്കലും സത്യമാഷ് സ്കൂളിലേക്ക് വരില്ല. അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കും. ആ സ്കൂൾ ശുദ്ധീകരിക്കപ്പെട്ടു, അങ്ങനെ കരുതിയാൽ മതി. ഒരു വിഷവിദ്യയാണ് നീ എന്താ പറയുക പുകച്ച് പുറത്ത് ചാടിച്ചത്. എല്ലാവരും നിന്നെ അഭിനന്ദിക്കാം മീനു. നീ അതോർത്ത് സമാധാനിക്ക്. മടുത്തു എന്ന് പറയരുത്. കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോകണം കേട്ടോ നീ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടോ, അടുത്ത വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപികയ്ക്കുള്ള പുരസ്കാരം തനിക്കായിരിക്കും. അയ്യോ, അതൊന്നും വേണ്ട അർജുൻ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാലേ, കുട്ടികളെ സ്നേഹം എനിക്ക് കിട്ടിയാൽ മതി. അതാ ആവോളം കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ. എന്താണെങ്കിലും താൻ വേണമെങ്കിൽ ഒരാഴ്ച ലീവ് എടുത്ത് നോക്ക്. തൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആവട്ടെ. വേണ്ട, സ്കൂളിൽ പോകണം. ലീവ് എടുക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് നാളെ സ്കൂളിൽ പോയേ പറ്റുള്ളൂ. പിന്നെ അർജുൻ, നാളെ എന്നെ വൈകുന്നേരം കൂട്ടാൻ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ? അന്ന് ഒരു ചിരിച്ചിട്ട് മീനു അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പം പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നും മീനു ടീച്ചർ സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളെ നന്നായിട്ട് ഉപദേശിക്കുകയാണ്. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിനോട് നന്ദി പറയുക. എനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ടീച്ചറെ പോവല്ലേ എന്ന് പറഞ്ഞ് എന്നെ വാരിപ്പുണർന്നില്ലേ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും കിട്ടിയ സന്തോഷവും സ്നേഹവും ഒക്കെ. പിന്നെ ഇവിടെ കാട്ടാളന്മാരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടിയെ തന്നെ പ്രലോഭിപ്പിച്ചാണ് ഒരു അധ്യാപകരും പുറത്തുള്ള ഒരു വ്യക്തിയും ചേർന്ന് നമുക്കെതിരെ തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ഒരു പ്രലോഭനങ്ങളിലും പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് മീനു കുട്ടികളെ നന്നായിട്ട് ഉപദേശിക്കുകയാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവർ കൈയടിച്ച് തന്നെ മീനു ടീച്ചറിൻ്റെ ഓരോ വാക്കുകളും സ്വീകരിക്കുകയാണ്. അപ്പോൾ മീനുവിന് ഭയങ്കര സന്തോഷമായി ഇവരുടെ ഈ കുട്ടികളെയും തമാശയും ഒക്കെ. നമ്മൾ കാണുന്ന അർജുനെയാണ്. അപ്പോൾ സ്കൂൾ വിട്ടാൻ വരാൻ വഴുകി. അപ്പോഴത്തേനും അർജുൻ ഇങ്ങനെ തിരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനുൻ്റെ ഫോണിൽ കിട്ടണില്ല. അപ്പോഴത്തേനും ഇനിയിപ്പോൾ എവിടെ പോയി അവൾ? അപ്പോൾ അഖില അങ്ങോട്ടേക്ക് വന്നു. അർജുനേട്ട എന്ന് വിളിച്ചു. എന്താ അഖില? അല്ല, ചേച്ചി സ്കൂളിൽ നിന്ന് വന്നില്ല. ഇന്നെന്താ അർജുനേട്ടൻ കൂട്ടാൻ പോകാഞ്ഞത്? ഇന്ന് കൂട്ടാൻ ചെല്ലണ്ടെന്ന് മീനു പറഞ്ഞിരുന്നു. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ആ സത്യമാഷിൻ്റെയും അഖിലയുടെയും ആൾക്കാരൊക്കെ ഉള്ള സ്ഥിതിക്ക് പോകായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞാലും എനിക്കും ആ പേടിയില്ലാതില്ല. വിഷമിക്കേണ്ട. എങ്കിലും മീനുവിനെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടണില്ല. എന്നാൽ അർജുനനൊന്ന് ചെന്ന് നോക്ക്. ഇപ്പം സ്കൂൾ വിട്ട് കാണും അഖില. ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയം നോക്കാം, എന്നിട്ട് എത്തിയില്ല എങ്കിൽ ഞാൻ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞു അർജുൻ. അപ്പം അഖില ശരി സമ്മതിച്ചു. എന്നിട്ട് അർജുൻ അങ്ങ് പോയി കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് കിച്ചണിലാണ്. അപ്പോൾ പാചകത്തിലാണ് കേട്ടോ നമ്മുടെ പ്രഭാവതി. കാഞ്ചന അവിടെ ഇരുന്ന് എന്താ പറയുക ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നോ, നിനക്ക് വന്നൊന്ന് സഹായിച്ചുകൂടെ കാഞ്ചനെ? ഈ മരം പോലെ ഇരിക്കാതെ. അമ്മയ്ക്കറിയില്ലേ തിളയ്ക്കണ കറിയുടെ മണം അടിച്ച് എനിക്ക് അപ്പം തലവേദന വരുമെന്ന്? അയ്യോ, അത് ഉരുട്ടി വിഴുങ്ങുമ്പോൾ നിനക്ക് മണം വരുമ്പം ഒരു പ്രശ്നമില്ലേ? അമ്മേ ഒന്ന് വിടമ്മേ എന്ന് പറഞ്ഞു. എടി, ഞാനിവിടെ കിടന്ന് പണിയെടുക്കുമ്പോൾ നിനക്കൊന്ന് വന്ന് സഹായിച്ചാൽ എന്താ കുഴപ്പം? അമ്മേ വേറെ എന്തെങ്കിലും പറയമ്മേ. അവൾക്ക് എന്ത് പണി പറഞ്ഞാലും അപ്പം തലവേദനയും വയറുവേദനയും ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞപ്പം ശരി വിട്ടു. എന്താ എന്ന് ചോദിച്ചു. അല്ലമ്മേ, ഇന്ന് സമയം എത്രയായി കാണും? ഒരു 5:30 ആയി കാണാം. അല്ല, അമ്മയുടെ മരുമോള് ജോലി കഴിഞ്ഞ് 4:30 എത്തേണ്ടതാണല്ലോ. ഇന്നെന്ത് പറ്റി 5:30 ആയിട്ടും കാണാത്തത്? ശരിയാണല്ലോ, ഇന്ന് അർജുൻ കൂട്ടാൻ പോകുന്നതും കണ്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഇന്നേ അവൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോയി കാണും. വീട്ടിലേക്കോ? അതിനിവിടെ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വീട്ടിലേക്ക് പോവാ? അതെന്തിനാ ഇന്ന് വീട്ടിൽ പോവാ എന്ന് ചോദിച്ചു. ഇന്ന് അവൾക്ക് ശമ്പളം കിട്ടുന്ന ദിവസമല്ലേമ്മേ എന്ന് ചോദിച്ചു. ആദ്യത്തെ ശമ്പളം, അതിനെന്തിനാ അവൾ വീട്ടിൽ പോണത്? ആദ്യത്തെ ശമ്പളം, അയ്യോ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, പിന്നെ എല്ലാവരും എതിർത്തിട്ടും പുറത്ത് വിട്ടു പഠിപ്പിച്ചു, അതുകൊണ്ട് അച്ഛന് തന്നെ ആദ്യത്തെ ശമ്പളം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കാൽക്കൽ കൊണ്ട് വെച്ച് അനുഗ്രഹമൊക്കെ വാങ്ങുകയാണെങ്കിലോ പറയാൻ പറ്റുമോ? അങ്ങനെ ചെയ്യുമോ?
പറയാൻ പറ്റില്ല, മിക്കവാറും അങ്ങനെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ ഈ പടിക്കകത്ത് കയറ്റില്ല. അവൾക്ക് ഇവിടുന്ന് ആഹാരവും ഭക്ഷണവും ഒക്കെ കൊടുക്കണം. എന്നിട്ട് നന്ദി മൊത്തവും എന്താ പറയുക, പണം മൊത്തം അവിടെ. അത് നടക്കുന്ന പരിപാടിയല്ല എന്ന് പ്രഭാവതി ഇങ്ങനെ പറയണം. അമ്മ ചുമ്മാ ഈ വായിട്ട് അലയ്ക്കുള്ളൂ, ഒന്നും നടക്കില്ല. അല്ല, ഇനി ഞാൻ അവളെ പേരയ്ക്കകത്ത് ഞാൻ കയറ്റില്ല. അവളിങ്ങ് വരട്ടെ. അതെ, മര്യാദയ്ക്ക് ആ കിട്ടുന്ന പൈസ അതേപടി 1 രൂപ ചിലവാക്കാതെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തരികയാണെങ്കിൽ ഇവിടുന്ന് ഭക്ഷണവും കുളിക്കാൻ വെള്ളവും പിന്നെ കിടക്കാൻ ഒരു മുറിയും എല്ലാം ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ ഞാൻ അവളെ കാണിച്ചു കൊടുക്കാം. ഇയാൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതി ചൂട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൊണ്ടൊന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.